അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക്. പിറന്നാൾ സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം സുഗമമായ ദർശനം ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്നും മുകേഷ് ലാൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. വലിയ തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്നത്. ഉണ്ണിക്കണ്ണന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജാക്രമങ്ങളും ഇന്ന് അഷ്ടമിരോഹിണിയോടനുബന്ധിച്ചുണ്ടായിരുന്നു. പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. ഇതുപോലെ തന്നെ ഉറിയടയും അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണന്റെയും ഗോപികമാരുടെയും വേഷങ്ങളുമായി നിരവധി പേർ ക്ഷേത്ര സന്നിധിയിലെത്തി. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ഒപ്പം തന്നെ നെന്മിനി ബലരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ബലരാമ എഴുന്നള്ളിപ്പ് 3 ആനകളുടെ അകമ്പടിയോടുകൂടി ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ക്ഷേത്രത്തിൽ ഇപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇത് മാത്രമല്ല, അഷ്ടമിരോഹിണിക്ക് വലിയ ഏറെ വിഭവങ്ങളോട് കൂടിയ സദ്യയും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ഈ സദ്യ ഉണ്ണാൻ വേണ്ടി പോലും വിഭവസമൃദ്ധമായ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ സദ്യ ഉണ്ണാനും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ഇപ്പോഴും ആ തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രസന്നിധിയിൽ നമുക്ക് പശ്ചാത്തലത്തിൽ കാണാൻ കഴിയും. ഉണ്ണിക്കണ്ണൻ്റെയും ഗോപികമാരുടെയും വേഷം കെട്ടിയവർ ഉറിയടിയും മറ്റുമായി ക്ഷേത്ര സന്നിധിയിലുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത് വീക്ഷിക്കാൻ പോലും ആയിരങ്ങളെത്തി. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും ക്ഷേത്രസന്നിധിയിൽ ഉള്ളത്. ഗുരുഭവനപുരിയെ അമ്പാടിയാക്കി മാറ്റിയിട്ടായിരുന്നു ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളാഘോഷം. 10,000ങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ പിറന്നാളാഘോഷത്തിൻ്റെ ഭാഗമായി എത്തിയത്. ടീം TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.